യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ക്വാളിഫിക്കേഷൻ. അതായത് ദ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ യൂണിറ്ററി സ്റ്റേറ്റ് എക്സ്പ്ലെയിൻഡ് വിത്ത് റെഫറൻസ് ടു മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ആൻസർ നോക്കാം. സോ എവരി മോഡേൺ സ്റ്റേറ്റ് ഈസ് എയ്തർ യൂണിറ്ററി ഓർ ഫെഡറൽ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ആധുനിക ഗവൺമെൻറ്റുകൾ രണ്ടായി തിരിക്കാം. ഒന്ന് യൂണിറ്റേറിയൻ ഗവൺമെൻറ് എന്നും മറ്റൊന്ന് ഫെഡറൽ ഗവൺമെൻറ്. ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ? The federal government is a government system in which the powers are divided between central and state government. So a unitary state is unorganized under a single government. ഒരു യൂണിറ്ററി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഒരു സിംഗിൾ ഗവൺമെൻറ് കീഴിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ്റാണ് ഏതാ? യൂണിറ്ററി ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇവിടെ A.V. ഡൈസിയുടെ കാഴ്ചപ്പാടിൽ Unitarianism as the habitual exercise of supreme legislative authority by one central power. അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണപരമായ അധികാരങ്ങളെല്ലാം തന്നെ ഒരു കേന്ദ്ര ശക്തിയിൽ കേന്ദ്രീകൃതമാണ് എങ്കിൽ അത്തരം ഗവൺമെൻറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിറ്റേറിയൻ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയും. Unitarianism is a system of government in which the supreme legislative authority is concentrated on a central government. ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് എന്താ അവിടുത്തെ അധികാരങ്ങൾ എന്താ കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിൽ അത്തരം ഗവൺമെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിറ്ററി ഗവൺമെൻറ് എന്ന് പറയുന്നത്. A.V. ഡൈസിയുടെ കാഴ്ചപ്പാടാണ്, അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനാണത്. ഇനി ഫൈലറുടെ കാഴ്ചപ്പാടാണ്. It is one in which all authority and powers are vested in a single center whose will and agent are legally omnipotent over the whole area. So unitary form of government എന്ന് പറഞ്ഞാൽ it is a particular form of government in which all authority and powers are vested in a single center. അപ്പോൾ എല്ലാ അധികാരവും അതോറിറ്റിയും എങ്ങനെയാണ്? ഒരു സെൻറ്ററിൻ്റെ കയ്യിൽ എന്ത് ചെയ്യുന്നു? കേന്ദ്രീകരിക്കുന്നു. ആൻഡ് ഹൂസ് വിൽ ആൻഡ് ഏജന്റ് ആർ ലീഗലി ഓംനിപോട്ടൻറ്റ് ഓവർ ദി ഹോൾ ഏരിയ. അപ്പോൾ അവരുടെ വില്ലും അവരുടെ വിൽ പവറും അധികാരവും എന്ന് പറയുന്നത് എങ്ങനെയാണ്? നിയമപരമായി ഓംനിപോട്ടൻ്റ് ആയിരിക്കും, സർവശക്തമാവുന്നു ഓവർ ദ ഹോൾ ഏരിയ. എന്നുവെച്ചാൽ എല്ലാ അധികാരവും ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എന്ത് ചെയ്യുന്ന കേന്ദ്രീകരിക്കുന്ന സംവിധാനമാണ് ഏതാ? യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇൻ എവരി യൂണിറ്ററി ഗവൺമെൻറ് ദർ ഈസ് വൺ ഇൻറ്റഗ്രൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആൻഡ് ദ സുപ്രീം പവർ ബിലോങ്സ് ടു ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഏതൊരു ഏകായത്ത ഭരണ സമ്പ്രദായത്തിലും ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റേ കാണത്തുള്ളൂ. കാരണം എല്ലാ അധികാരവും ഒരു സെൻട്രലിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന, അപ്പോൾ ആ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും അവിടുത്തെ സുപ്രീം പവർ എന്ന് പറയുന്നത്. ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ദ കൺട്രി ഈസ് ഡിവൈഡഡ് ഇൻറ്റു മെനി പാർട്സ് ഓർ പൊളിറ്റിക്കൽ ഡിവിഷൻസ് ബട്ട് ആൾ അതോറിറ്റി ഫ്ലോസ് ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ്. പക്ഷേ ഭരണ സൗകര്യാർത്ഥം എന്ത് ചെയ്തേക്കും? രാഷ്ട്രത്തെ വിവിധ ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരിക്കാം, രാഷ്ട്രീയ ഘടകങ്ങളായി തിരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അധികാരമെല്ലാം എവിടെയായിരിക്കും? ആ ഒരു കേന്ദ്ര ഗവൺമെൻറ്. ഇന്ത്യ തന്നെ നമ്മൾ പറയുന്നു. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ പറയുന്നത് ക്വാസി ഫെഡറൽ സിസ്റ്റമാണ്. അതായത് യൂണിറ്ററിയും ഫെഡറലിസവും ഒരേപോലെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നെങ്കിൽ പോലും കൂടുതൽ പ്രയോറിറ്റി ചെയ്തതിനാണ് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഭരണ സൗകര്യാർത്ഥം ഇങ്ങനെ മെനി പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ അധികാരങ്ങളും ഇവിടെ ആ ഒരു സിംഗിൾ സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ കേന്ദ്രീകരിക്കുന്നു. ദീസ് ഡിവിഷൻസ് ഹാവ് നോ ഒറിജിനൽ എക്സിസ്റ്റൻസ് ഓഫ് ദെയർ ഓൺ. അവർക്കെന്താ സ്വന്തമായൊരു നിലനിൽപ്പില്ല. ബട്ട് ആർ ദ ക്രിയേഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. അതാരുടെ സൃഷ്ടിയാണ്? കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിയുടെ ഒരു ഒറിജിനൽ എക്സിസ്റ്റൻസ് ആർക്കില്ല? ഈ സ്റ്റേറ്റുകൾക്ക് ഇല്ല. സോ ദ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ക്യാൻ ബി ചേഞ്ച്ഡ്, അഡ്ജസ്റ്റഡ് ഓർ അബോളിഷ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ആസ് ഇറ്റ്സ് വിൽ. അപ്പം ഇങ്ങനെ വരുന്ന ഈ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുകളെ അത് ക്രിയേറ്റ് ചെയ്യാനും അത് അഡ്ജസ്റ്റ് ചെയ്യാനും അത് ഇല്ലാതാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്. ദ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റ്സ് ആർ ദ ഏജൻസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദിയർ അതോറിറ്റി ഈസ് എ ഗിഫ്റ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഹാവ് നോ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി. അപ്പോൾ ഈ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് എന്ന് പറയപ്പെടുന്നത് എന്താ? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻറ്റ് മാത്രമേ ആകും. കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം?
നടപ്പില്ല. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ യൂണിറ്ററി ആണെങ്കിൽ പോലും ഇവിടെ ഫെഡറലിസം ഉണ്ട്. കാരണം കേരള ഗവൺമെൻറ്റിന് അതിൻ്റേതായ തീരുമാനങ്ങൾ എടുക്കാം അല്ലേ. ഇപ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സ് നമുക്ക് സെൻട്രലിൽ നിന്ന് കിട്ടുന്നെങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ എന്താ, മറ്റ് സംസ്ഥാനങ്ങളില്ലാത്ത നിയമങ്ങൾ നമ്മുടെ നാട്ടിലെന്താ ഉണ്ട്. പക്ഷേ ഇവിടെ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ സ്റ്റേറ്റ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഒരു ഏജൻറ്റ് മാത്രമേ ആവുന്നുള്ളൂ. അതായത് ഇവർക്ക് കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഈ അധികാരത്തെ എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. ആൻഡ് ഹാവ് നോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി. ഭരണഘടനാപരമായ ഒരു ഗ്യാരണ്ടിയും ഒരു സംരക്ഷണവും ആർക്ക് കിട്ടുന്നില്ല, ഈ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുകൾക്ക് കിട്ടുന്നില്ല. ഇനി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് നോക്കാം. ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഓക്കെ, ബ്രിട്ടനിൽ നിലനിൽക്കുന്ന എന്താണ്, യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. ഇറ്റ്സ് ഫീച്ചേഴ്സ് ആർ ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദ ഫെഡറൽ ടൈപ്പ്. അത് ഫെഡറലിസത്തിൽ നിന്ന് എന്താ വളരെ വ്യത്യസ്തമായിരിക്കും എന്ന് പറയുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ദർ ഈസ് എ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ഓഫ് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് നാഷണൽ ഗവൺമെൻറ് ഫോർ ദ സേക്ക് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. എന്ത് ചെയ്യുന്നു ഇവിടെ, ഇൻസ്റ്റെഡ് ഓഫ് ഡിവിഷൻ ഓഫ് പവർ ഇവിടെ ഇല്ല. അതുകൊണ്ട് എല്ലാ അധികാരങ്ങളും എങ്ങനെയായിരിക്കും, നാഷണൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എന്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നു. Then for the sake of administrative convenience, whole Britain is divided into countries and boroughs by all the powerful central government. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ബ്രിട്ടനിൽ ഭരണ സൗകര്യാർത്ഥം രാജ്യത്തെ എന്താ വിവിധ കൺട്രീസല്ല കൗണ്ടി എന്ന് വെച്ചാൽ പ്രൊവിൻസ് സ്റ്റേറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നു ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പക്ഷെ അതിൻ്റെ അധികാരം ആർക്കാം, നമ്മൾ കൗണ്ടി ക്രിക്കറ്റ് എന്ന് കേട്ടിട്ടില്ല. പക്ഷെ ഒരു ഏരിയയിൽ നടക്കുന്ന ക്രിക്കറ്റാണ് എന്താ കൗണ്ടി ക്രിക്കറ്റ് എന്ന് പറയുന്നത്. സോ ദ ലോക്കൽ ഗവൺമെൻറ് ഇൻ ബ്രിട്ടൻ ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ബ്രിട്ടനിലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്, കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലായിരിക്കും. ദേ ആർ നോട്ട് ഓട്ടോണമസ്, അവർ ഓട്ടോണമസ് അല്ല. ഇൻ ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻസ് provinces derived their power from the act of deity. The provinces are subordinate units of the central government. ഇപ്പോൾ ജപ്പാൻ ഭരണഘടന നമുക്ക് നോക്കുമ്പോഴത്തേന് അവിടുത്തെ പ്രോവിൻസസ് എല്ലാം ഉണ്ടാകുന്ന എങ്ങനെയാണ്, പവർഫുൾ ആക്ട് ഓഫ് ഡയറ്റി. ഡയറ്റി മീൻസ് അവിടുത്തെ ഏറ്റവും ഉയർന്ന അധികാരിയാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അധികാരങ്ങൾ പ്രോവിൻസുകൾക്ക് എന്ത് ചെയ്യുന്നു ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നൊരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്, ജപ്പാനിലുള്ളത്. ഇനി ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഫ്രഞ്ച് ഭരണഘടന എന്തെന്ന് പറയാൻ നമുക്ക് യൂണിറ്ററിയാണ്. For the sake of administration, the country is divided into administrative units called departments. ഭരണ സൗകര്യാർത്ഥം ഫ്രാൻസിനെ എന്ത് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആൾ ഓഫ് ദ ഗവൺമെൻറ് പവേഴ്സ് ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. പക്ഷേ എല്ലാ അധികാരവും ആർക്കാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഇനി ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 വാസ് ആൾസോ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, എൻ്റെ മറ്റൊരു പേരാണ് മൊണ്ടേഗു ചേംസ്ഫോർഡ് റിഫോംസ്. അതായത് പ്രൊവിൻഷ്യൽ ഡയാർക്കി കൊണ്ടുവന്നതാണ്. അതിനകത്ത് എന്താ പറയുന്നത്, യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിനാണ് എന്താ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ദ പ്രൊവിൻഷ്യൽ ഡയാർക്കി വാസ് എ പാർഷ്യൽ റെസ്പോൺസിബിൾ ഗവൺമെൻറ്. ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഹാഡ് വൈഡ് പവേഴ്സ്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്തു, പ്രൊവിൻഷ്യൽ ഡയാർക്കി എന്ന് പറയുന്ന ഭാഗിക ഉത്തരവാദിത്തമുള്ള ഒരു ഭരണ സംവിധാനം എന്ത് ചെയ്തു ഇവിടെ കൊണ്ടുവന്നു. അതിൽ ഗവർണേഴ്സിനായിരുന്നു എന്താണ് ഏറ്റവും അധികം പ്രാധാന്യം. സോ ഫ്രം ദ വേരിയസ് യൂണിറ്ററി ഗവൺമെൻറ് ഡിസ്കസ്ഡ് എബോവ് വി ഫീൽ ദാറ്റ് ദി യൂണിറ്ററി ടൈപ്പ് ഓഫ് ഗവൺമെൻറ്റ്സ് റെപ്രസെൻറ്റ്സ് ദ മോസ്റ്റ് ഓഫ് എഫക്റ്റീവ് ടൈപ്സ്. അപ്പോൾ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ഈ ഗവൺമെൻറ്റുകൾ, ഇപ്പം ബ്രിട്ടൻ ഉണ്ട്, ജപ്പാനുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഇന്ത്യ ഇതിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത്രയും വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും റെസ്പോൺസീവായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു ഗവൺമെൻറ് സിസ്റ്റം എന്ന് പറയുന്നതെന്ന് പറയാം യൂണിറ്ററി ആണെന്ന് നമുക്ക് പറയാം. ദ ഹോൾ പ്രോബ്ലം ഓഫ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഈസ് സിംപ്ലിഫൈഡ്. ഗവൺമെൻറ് എല്ലാ പ്രശ്നങ്ങളെയും ലഘൂകരിക്കാൻ കഴിയുന്നു. ഇൻ സച്ച് എ ഫോം ഓഫ് ഗവൺമെൻറ് എൻഷോഴ്സ് യൂണിഫോമിറ്റി ഓഫ് പോളിസി, ലോ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇത്തരം ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് വരുമ്പോൾ എന്താ, ആ രാജ്യം മുഴുവൻ എന്താണ് ഭരണകാര്യങ്ങളിൽ യൂണിഫോമിറ്റി ഉണ്ടാക്കാം. രാജ്യത്ത് എല്ലായിടത്തും എന്താ ഒരു നിയമം മതി അല്ലേ, ഒരേപോലെയുള്ള ഭരണ സംവിധാനം എന്ത് ചെയ്യാൻ കഴിയും, നടപ്പിലാക്കാനായിട്ട് കഴിയും. സോ ദർ ഈസ് നോ കൺഫ്യൂഷൻ, നോ ഓവർലാപ്പിംഗ്
നോ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഓർ ഓർഗനൈസേഷൻ. ഇവിടെ എന്താ കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല, ഓവർലാപ്പിംഗ് ഉണ്ടാവുന്നില്ല. കാരണം ഒരാൾ ചെയ്ത് തന്നെ വേറൊരാൾ നിയമമാക്കി ചെയ്യുന്നുണ്ടോ? ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യാൻ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് കഴിയും. ദസ് യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഈസ് സിമ്പിൾ in organization and strong in administration. Small states can achieve their development through unitary form of government. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. ഡിവിഷൻ ഓഫ് പവേഴ്സ് ഒന്നും വേണ്ട, സ്റ്റേറ്റുകളായി ഡിവൈഡ് ചെയ്താൽ പോലും അധികാരം എല്ലാവർക്കും സെൻട്രലിനാണ്. അപ്പോൾ ഓർഗനൈസേഷൻ സെറ്റപ്പിൽ സിമ്പിളാണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും എങ്ങനെയാണ്? സ്ട്രോങ് ആയിരിക്കും ഇവിടെ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ. അതായത് സ്മോൾ സ്റ്റേറ്റ്സ് ക്യാൻ അച്ചീവ് ദിയർ ഡെവലപ്മെൻറ്റ് ത്രൂ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ചെറിയ രാഷ്ട്രങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? അവരുടെ വികസനം അച്ചീവ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു, യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് സഹായിക്കുന്നു.